വീണ്ടും വരുന്നവനാവുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കുമുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അർപ്പിച്ചു കൊള്ളട്ടെ. അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി രണ്ടാമത്തെ ചോദ്യം, യഹോവയായ ദൈവം നമ്മോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലാക്കി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. മലാക്കി 1-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ വായിക്കുന്നു, ശ്രവിപ്പിൻ. എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ച് അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണിയുമെന്ന് ഏദോം പറയുന്നു എങ്കിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും. അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂത്തിക്കുന്ന ജാതിയെന്നും പേർ പറയും. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ടത് കാണുകയും യഹോവ ഇസ്രായേലിൻ്റെ അതിരിനപ്പുറത്തോളം വലിയവനെന്ന് പറയുകയും ചെയ്യും. ആമേൻ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, സ്വർഗത്തിലെ ദൈവത്തോട് യാചിക്കാം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ സ്വർഗീയ തൃത്വമേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ മലാക്കി പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവാം ദൈവമേ, ചോദ്യാവലിയോടുകൂടെ ഞങ്ങളായിരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളെ തന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. അവിടുന്ന് വലിയവനായി ഞങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നവൻ കൃപകൾക്കായി സ്തോത്രം. അവിടുത്തെ തന്നെ നാമത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ ചൈതന്യം നിങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണം. അല്പസമയം അവിടുത്തെ വചനവുമായി പാപിയായിട്ട് നിൽക്കുവാനും ധാരാളം ആളുകൾ കേൾക്കുവാനും കർത്താവെ, ഇന്നത്തെ നശ്വരമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഹല്ലേലൂയ ദൈവവചനം നിലനിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുന്നവൻ കൃപകൾക്കായി സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഒരുക്കണമേ, ശക്തിപ്പെടുത്തണം. അവിടുത്തെ പരിശുദ്ധാത്മാവ് വ്യാപാര ശക്തിയാൽ നിറയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ച് അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഏശാവിൻ്റെ ഒരു കാര്യം മാത്രമല്ല നാം ഇവിടെ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം നാം ഇവിടെ നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഏശാവ് എന്നുള്ള വ്യക്തി നമുക്കറിയാമല്ലോ. അബ്രഹാമിൻ്റെ സന്തതിയിൽ കൂടെ യാക്കോബിൻ്റെ മകനായി ജനിച്ച ഇസഹാക്കിൻ്റെ വംശപരമ്പരയിൽ നിന്നും യാക്കോബിൻ്റെ സന്തതിയിൽ കൂടെ അടുത്ത തലമുറയിൽ ജനിച്ച അബ്രഹാം മുതൽ 4-ാമത്തെ തലമുറയിൽ ജനിച്ച ഏശാവിനെ സ്വർഗത്തിലെ ദൈവം ദ്വേഷിച്ചിരിക്കുന്നു എങ്കിൽ നിന്നെയും എന്നെയും അബ്രഹാമിൻ്റെ സന്തതിയായി ജനിച്ചു വളർത്തപ്പെട്ട ഈ ഏശാവിനെ ദ്വേഷിച്ച കർത്താവോട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏശാവിനെ ഞാൻ ദ്വേഷിച്ച് അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അവകാശം നശ്വരമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്ത് കാരണം കൊണ്ടാണ് നാം ഇപ്രകാരം അധപതിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം നമ്മുടെ അവകാശത്തെ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്നു. കാരണം നാം ദൈവവിശ്വാസത്തിൽ നിന്നും പിന്നോക്കം തിരിഞ്ഞതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഏശാവിൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് സ്വർഗത്തിലെ ദൈവം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നൽകപ്പെടേണ്ട നമ്മുടെ അവകാശം, നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും വന്നു ചേരേണ്ട നമ്മുടെ അവകാശം സ്വർഗത്തിലെ ദൈവം മറ്റുള്ളവർക്ക് വിഭാഗിച്ചു കൊടുക്കുവാൻ സന്നദ്ധനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവയിൽ നിന്നുമെല്ലാം ഒരു മോചനം ലഭ്യമാകുവാൻ ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി ആ വചനം, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാം നാം രുചിച്ചറിയുകയും അനുഭവിച്ചറിയുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആ സ്വർഗത്തിലെ ദൈവം തമ്പുരാനാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുകയില്ല, എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവാണ് നമ്മോട് കൂടെ ഉള്ളത്. അത് നമ്മുടെ അവകാശത്തെ, നമ്മുടെ മക്കൾക്ക് വന്നു ചേരേണ്ട അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കിത് എല്ലാവർക്കും വേണ്ടിയുള്ളൂ. 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണിയും എന്ന് ഏദോം പറയുന്നു എങ്കിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും. അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂത്തിക്കുന്ന ജാതിയെന്നും പേർ പറയും. അതേ പ്രിയമുള്ളവരെ, നാം ഒരു പ്രവൃത്തിക്ക് വേണ്ടി, നാം ഒരു നിർമ്മാണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നാം ഒരു യാത്രയ്ക്ക് വേണ്ടി ദൈവഹിതപ്രകാരമല്ലാതെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വിധത്തിൽ നാം ഇറങ്ങി പുറപ്പെടുമെങ്കിൽ
നമ്മുടെ അനുദിനമുള്ള ഔദ്യോഗിക യാത്രകൾക്കായാലും ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്കായാലും ഏത് വിധത്തിലുള്ള യാത്രകളിൽ കൂടെ ആയിരുന്നാലും ഏത് വിധത്തിൽ തന്നെ ആയിരുന്നാലും ദൈവഹിത പ്രകാരമല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിനെ ഇടിച്ചു കളയുവാൻ സന്നദ്ധനായി നമ്മോട് കൂടെ ഉണ്ട്. ആ സ്വർഗത്തിലെ ദൈവം ഇടിച്ചു കളഞ്ഞാൽ പിന്നെ ആർക്കും അതിനെ കെട്ടിപ്പൊക്കുവാൻ സാധ്യമല്ല. കാരണം യെരൂശലേം ഇസ്രായേൽ ജനതയെ കൊണ്ടുവന്ന സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നമ്മോട് കൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ഇടിച്ചു കളഞ്ഞാൽ പിന്നെ അത് ആർക്കും നിർമൂലമായി പോയ ആ സ്ഥലത്ത് പിന്നെ ആർക്കും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എപ്രകാരമായിരിക്കും? ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടും നീതിയോടും വിശ്വസ്തയോടുകൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾ ഓരോരുത്തരെയും വിളിക്കുകയാണ് പ്രിയമുള്ളവരെ. എന്നിട്ട് ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും. അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം കൃത്തിക്കുന്ന ജാതി എന്നും പേർ പറയും. അതേ, യഹോവയുടെ ശാപം, യഹോവയുടെ ദ്വേഷ്യം നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കണമെങ്കിൽ യഹോവയുടെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും ന്യായപ്രമാണ പ്രകാരം അറിഞ്ഞ് നടക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ വിശ്വസിച്ച് നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഏത് തന്നെയായിരുന്നാലും, നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ അവസ്ഥ ഏത് തന്നെയായിരുന്നാലും, താഴത്തെ വാക്യം വായിക്കുമ്പോൾ പ്രകാരം പറയുന്നു, നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ടത് കാണുകയും യഹോവ ഇസ്രായേലിൻ്റെ അതിരിനപ്പുറത്തോളം വലിയവനെന്ന് പറയുകയും ചെയ്യും. അതേ, നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരുന്ന ഈ അവസ്ഥകളെ, ഈ ദുഷ്ട അവസ്ഥകളെ സ്വർഗത്തിലെ ദൈവം തള്ളിക്കളഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരുന്ന ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരണമെങ്കിൽ ആ താഴത്തെ വാക്യം പറയും പോലെ യഹോവ വലിയവനെന്ന് നാം അവനെ രുചിച്ചറിഞ്ഞാൽ മാത്രമേ മതിയാവൂ. യഹോവ വലിയവനെന്ന് നാം യഹോവയെ രുചിച്ചറിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ തുറക്കുകയും ജ്ഞാന കണ്ണുകൾ തുറക്കുകയും ജഡീക കണ്ണുകൾ അടയുകയും ദൈവത്തിൻ്റെ അടുക്കലേക്കുള്ള ലാക്കിലേക്കുള്ള ഓട്ടം ഓടുവാൻ, നാം സ്ഥിരതയോടുകൂടെ ഓട്ടം ഓടുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മെ ഏവരെയും നടത്തുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇവിടെ പറയുന്നു, സ്വർഗത്തിലെ ദൈവം നമ്മുടെ മക്കൾക്ക് അവകാശമാക്കി തന്ന ആ അവകാശ ഭൂമിയെ നാം അലക്ഷ്യമാക്കി കളഞ്ഞാൽ അത് മലകളിൽ കൂടെ യാത്ര ചെയ്യുന്ന കുറുനരികൾക്ക്, അല്ലെങ്കിൽ കാട്ടുജാതിക്കാർക്ക്, അല്ലെങ്കിൽ വന്യജീവികൾക്ക്, അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾക്ക് അത് കൊടുക്കുവാൻ ദൈവം ഇടയാക്കും. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാഗ്ദത്ത കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അനുസരിച്ച് നടക്കുവാൻ ഒരുക്കമാണോ? ഇവിടെ ദൈവത്തോടുകൂടെ ചോദിച്ച രണ്ടാമത്തെ ചോദ്യവും മൂന്നാമത്തെ ചോദ്യവും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ്. അത് നമ്മുടെ അവകാശ ഭൂമിയെ, നമ്മുടെ അവകാശ സ്ഥലങ്ങളെ ഈ ക്ഷുദ്രജീവികൾക്ക് കൊടുക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് കൊടുത്ത് മാറിപ്പോകുവാൻ അനുവദിക്കാത്ത ദൈവം ഇന്നയോളം നമ്മെ കാത്തു പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഇന്നും ആയിരിക്കുന്നത്. ആ ദൈവത്തെ മുറുകെ പിടിക്കാമോ? എങ്കിൽ നമുക്ക് നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ടത് കാണുകയും യഹോവ ഇസ്രായേലിൻ്റെ അതിരിനപ്പുറത്തോളം വലിയവനെന്ന് നമുക്ക് ദൈവത്തെ സാക്ഷിക്കുവാനും സാധിക്കും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ സാക്ഷിക്കുന്നവരായി തീരുവാൻ, ദൈവം എനിക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ അവരെന്ത് പകരം ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമത്തെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടും നീതിയോടും വിശ്വസ്തയോടുകൂടെ ആയിരിക്കാമോ? സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ എല്ലാം നാം വേറൊരാൾ അനുഭവിച്ചു കൊണ്ടുപോകുവാൻ ദൈവം ഇടയാക്കത്തില്ല. ആ ദൈവമാണ് ഇവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇവിടെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണല്ലോ. ആ വിശ്വസ്തനായ കർത്താവ് പറയുന്നു, നിൻ്റെ അവകാശത്തെ ഞാൻ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുക്കത്തില്ല. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടും നീതിയോടും വിശ്വസ്തയോടും കൂടെ ആയിരിക്കാമോ? ആ ദൈവം തന്നെ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള വാഞ്ചയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ, ആമേൻ.